നമസ്കാരം. എല്ലാവർക്കും വൈശാഖം ചാനലിലേക്ക് സ്വാഗതം. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒരടി മുന്നോട്ടു വയ്ക്കാൻ പറ്റാതെ കാലം നമ്മളെ കെട്ടിയിട്ടതുപോലെ തോന്നുന്ന നിമിഷങ്ങൾ. വീടിന്റെ ഉമ്മറത്ത് വന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തെ തിരിച്ചറിയാതെ നമ്മൾ തന്നെ വാതിലടച്ചു കളയുന്ന ആ ഒരവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? വലിയൊരു നിധി മുന്നിൽ വന്നു കിടക്കുമ്പോഴും മനസ്സിന്റെ ചില മോശം ചിന്തകൾ കൊണ്ടോ, നമ്മൾ എടുക്കുന്ന തിടുക്കം പിടിച്ച ചില തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ജീവനുതുല്യം വിശ്വസിക്കുന്ന ചില കൂട്ടുകെട്ടുകൾ കൊണ്ടോ ആ ഭാഗ്യം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സമയമാണ് വരുന്നത്. വരാൻ പോകുന്ന ജൂലൈ മാസം 15-ാം തീയതി മുതൽ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരവഴിയിൽ വലിയൊരു മാറ്റം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മിഥുനമാസത്തിലെ കറുത്ത വാവും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയുടെ ശാന്തതയിൽ സൂര്യൻ മിഥുനരാശിയിൽ നിന്ന് കർക്കടകത്തിലേക്ക് മാറാനൊരുങ്ങുന്ന ഈ പുണ്യദിനത്തിൽ ജനിച്ച ചില നക്ഷത്രക്കാരുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പഴമക്കാർ പറയാറുള്ളതുപോലെ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നതുപോലെ, കയ്യിൽ വന്ന ഭാഗ്യത്തെ ദൗർഭാഗ്യമാക്കി മാറ്റാൻ സാധ്യതയുള്ള ചില അപൂർവ നക്ഷത്രക്കാരുടെ ജീവിത വഴികളിലൂടെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും കാരണം ദൈവത്തിന്റെ കടുങ്കയാണെന്ന്. എന്നാൽ സത്യത്തിൽ നമ്മുടെ കൂടെയുള്ളവരുടെ കണ്ണേറോ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ചില ദുർവാശികളോ ആയിരിക്കാം അതിന് കാരണം. നമ്മുടെ മനസ്സിലേക്ക് വിഷം പോലെ പടരുന്ന ചില ചിന്തകളുണ്ട്. മറ്റുള്ളവരെക്കാൾ ഞാൻ മിടുക്കനാണ് എന്ന ഭാവമോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന അമിതമായ നിരാശയോ ഒക്കെ ഇതിൽപ്പെടും. ഈ വരുന്ന ജൂലൈ 15 മുതൽ ചന്ദ്രന്റെ സ്വാധീനവലയത്തിൽ വരുന്ന പ്രത്യേകിച്ച് രോഹിണിയും അത്തവും തിരുവോണവുമൊക്കെ പോലുള്ള നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണഘട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, മറിച്ച് സ്നേഹത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ മനസ്സിന്റെ നന്മയും ഈശ്വരവിശ്വാസവും തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നവർ തന്നെ നമ്മുടെ വേരെറുക്കാൻ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവം നോക്കിയാൽ ഇവർ പെട്ടെന്ന് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരും പാവം പ്രകൃതക്കാരുമാണ്. സ്വന്തം കയ്യിലൊന്നുമില്ലെങ്കിലും മറ്റുള്ളവർ ഒരു സങ്കടം പറഞ്ഞാൽ ഉള്ളത് എടുത്തുകൊടുക്കുന്ന മനസ്സാണ് ഇവരുടേത്. നാട്ടിലും വീട്ടിലും എല്ലാവർക്കും ഇവരെ വലിയ കാര്യമായിരിക്കും. പക്ഷേ ഇവരുടെ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ ചുറ്റും ഒരുപറ്റം ആളുകൾ കാണും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ വലിയ സമ്പത്തോ പ്രശസ്തിയോ ആയിരിക്കില്ല, മറിച്ച് സമാധാനമുള്ള ഒരു കുടുംബജീവിതവും ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടാത്തൊരവസ്ഥയുമാണ്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ വലിയ ധനയോഗവും രാജയോഗവും ഒക്കെ വരാനുള്ള അനുകൂല സൂചനകൾ കാണാറുണ്ട്. ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ വലിയൊരു ഭാഗ്യകാലം നിങ്ങളെ തേടിവരാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തായാലും ബിസിനസ്സിലായാലും വലിയ പുരോഗതിയും സ്ഥാനക്കയറ്റവും വരുമാനവർദ്ധനവുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. ഭൂമിയോ വീടോ വാഹനമോ ഒക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറക്കപ്പെടാനും സാധ്യത കാണുന്നു. എന്നാൽ ഇത്രയൊക്കെ നല്ല യോഗങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പലപ്പോഴും ജീവിതം കൂടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ചില കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയ ആളുകൾ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു നിക്ഷേപം നടത്താനോ പോകുമ്പോൾ ഇതൊന്നും ശരിയാവില്ല, നീ വെറുതെ പണം കളയേണ്ട എന്നു പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ചില മോശം കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആഡംബരങ്ങളിലേക്ക് നിങ്ങളെ നയിച്ച് വലിയ തോതിൽ കടവും ലോണുമൊക്കെ എടുപ്പിച്ച് നിങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞേക്കും. ഭാഗ്യം നിങ്ങളുടെ പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോൾ ഇത്തരം ആളുകളുടെ വാക്കുകേട്ട് നിങ്ങളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാടെ തകർത്തേക്കാം. ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്തെന്നാൽ സ്വന്തം അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും അതിനുശേഷം അവരിൽ നിന്ന് നന്ദികേട് വാങ്ങുകയും ചെയ്യും എന്നതാണ്. പലപ്പോഴും 1 രൂപയുടെ ലാഭം നോക്കാതെ മറ്റുള്ളവർക്കായി നടക്കും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഇവർ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ വരാറുണ്ട്. കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ദാമ്പത്യത്തിലും പ്രണയത്തിലുമൊക്കെ വളരെ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരാണ് നിങ്ങൾ. പങ്കാളിയോട് അളവറ്റ സ്നേഹം കാണിക്കുമെങ്കിലും ചില സമയങ്ങളിലുണ്ടാകുന്ന അനാവശ്യമായ സംശയങ്ങളോ അല്ലെങ്കിൽ ദേഷ്യമോ കുടുംബത്തിൽ വലിയ അശാന്തിക്ക് കാരണമായേക്കാം. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തം കാണിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ തിരിച്ച് അവർ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നത് എപ്പോഴും ഒരു ചോദ്യമാണ്. മക്കളുടെ പഠനകാര്യത്തിലും അവരുടെ ഭാവിയിലും വലിയ ആശങ്കകൾ നിങ്ങൾ വെച്ചുപുലർത്താറുണ്ട്. സന്തോഷകരമായ ഒരു സന്താനയോഗം
ജ്യോതിഷപ്രകാരം കാണുന്നുണ്ടെങ്കിലും അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ അമിതമായ ഉത്കണ്ഠ അവർക്കൊരു ഭാരമായി മാറാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശത്രുതകളും അസൂയയും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വിഴുപ്പുമൂടിക്കിടക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് പലരും ചെയ്യുന്ന കണ്ണേറും നാവേറുമൊക്കെ നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതായി പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. രോഹിണി നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭംഗിയും ആകർഷണീയതയും ഒത്തിരി ഇണങ്ങിയവരാണ് ഇവർ. ചന്ദ്രന്റെ സ്വന്തം നക്ഷത്രമായതുകൊണ്ടുതന്നെ ഇവരുടെ മനസ്സ് ഒരു കടൽ പോലെയാണ്. എപ്പോഴും ചിന്തകൾ അലയടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നാട്ടിൻപുറത്തെ ഏത് വലിയ ആൾക്കൂട്ടത്തിനിടയിലും രോഹിണിക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാം. പക്ഷേ ഈ നക്ഷത്രക്കാരുടെ പ്രധാന കുറവ് അമിതമായ വാശിയാണ്. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ ആരു പറഞ്ഞാലും കേൾക്കില്ല. ഈ വാശി തന്നെയാണ് പലപ്പോഴും ഇവരെ വലിയ സാമ്പത്തിക കെണികളിൽ ചെന്ന് ചാടിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തനിക്ക് മാത്രമാണ് ഇതിന്റെ അറിവുള്ളത് എന്ന അഹങ്കാരം ചിലപ്പോൾ മനസ്സിന്റെ കോണിൽ അറിയാതെ കയറിക്കൂടും. ജൂലൈ 15-ന് ശേഷം സൂര്യന്റെ മാറ്റം വരുന്നതോടെ ഈ വാശി അല്പം കുറച്ചില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം എന്ന് പല അനുഭവസ്ഥരും പറയാറുണ്ട്. നിങ്ങളുടെ വാക്കുകളിലെ കടുപ്പം കാരണം നല്ല കൂട്ടുകാരും സ്നേഹമുള്ള ബന്ധുക്കളും നിങ്ങളിൽ നിന്ന് അകന്നുപോകാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുമ്പോഴും വലിയ തുകകൾ കടം കൊടുക്കുമ്പോഴും രോഹിണി നക്ഷത്രക്കാർ ഈ സമയത്ത് 3 വട്ടം ചിന്തിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ആൾ തന്നെ നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി മുന്നോട്ടു പോകുന്ന കാഴ്ച കണ്ട് നിൽക്കേണ്ടിവരും. അടുത്തതായി അത്തം നക്ഷത്രത്തിന്റെ കാര്യം നോക്കാം. ബുദ്ധിശക്തിയും കാര്യപ്രാപ്തിയും ഒത്തിരി ഒത്തുചേർന്നവരാണ് അത്തം നക്ഷത്രക്കാർ. ഏത് പ്രതിസന്ധിഘട്ടത്തിലും പെട്ടെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങളെടുക്കാൻ ഇവർക്ക് പ്രത്യേകം മിടുക്കുണ്ട്. ചിരിച്ച മുഖത്തോടെയേ ഇവരെ എപ്പോഴും കാണാൻ സാധിക്കൂ. എന്നാൽ ഉള്ളിലൊരു വലിയ അഗ്നിപർവ്വതം ഇവർ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ താൻ തളർന്നു എന്ന് കാണിക്കാൻ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഈയൊരു സ്വഭാവം കാരണം ഇവർ സ്വന്തം സങ്കടങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കിവെക്കും. ഇത് ഒടുവിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിമാറാൻ സാധ്യതയുണ്ട്. അത്തം നക്ഷത്രക്കാർ ചെയ്യുന്ന വലിയൊരു തെറ്റ് എന്തെന്നാൽ തങ്ങളെക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ തങ്ങളുടെ സഹായം തേടിവരുന്നവരെയോ അമിതമായി വിശ്വസിച്ച് സ്വന്തം ബിസിനസിന്റെയോ തൊഴിലിന്റെയോ രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊടുക്കും എന്നതാണ്. ജൂലൈ മാസം പകുതിക്ക് ശേഷം ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു തിരിച്ചടിക്ക് സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വിശ്വസ്തരല്ലാത്ത ഏജൻസികൾക്ക് പണം കൊടുത്ത് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കഠിനാധ്വാനത്തിനർഹിച്ച ഫലം കിട്ടാൻ വൈകുന്നതുകൊണ്ട് മനസ്സുമടുത്ത് ചിലർ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു ദൗർഭാഗ്യമായി മാറിയേക്കാം. ഇനി തിരുവോണം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലേക്ക് വരാം. ശ്രവണമെന്ന വാക്കിനർത്ഥം പോലെ കേൾക്കാൻ കഴിവുള്ളവരും നല്ല അറിവുള്ളവരുമാണ് തിരുവോണക്കാർ. ഏത് കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ഇവർക്ക് വലിയ താൽപ്പര്യമായിരിക്കും. നാട്ടിൽ വലിയൊരു ബഹുമാനം ഇവർക്ക് എപ്പോഴും ലഭിക്കാറുണ്ട്. വീട്ടിലെ മുതിർന്ന കാരണവന്മാരുടെ അനുഗ്രഹം ഇവർക്കെപ്പോഴും കൂടെയുണ്ടാകും. എന്നാൽ ഇവരുടെ പ്രധാന പ്രശ്നമെന്തെന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് സ്വന്തം സമാധാനം കളയും എന്നതാണ്. നാട്ടിലെ തല്ലും വഴക്കും തീർക്കാൻ പോയി ഒടുവിൽ കുറ്റം മുഴുവൻ സ്വന്തം തലയിൽ ചുമക്കേണ്ടിവരുന്ന അവസ്ഥ തിരുവോണക്കാർക്ക് പുതിയൊരു കാര്യമല്ല. ഈയൊരു അബദ്ധം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യകാലത്തെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. വരുന്ന ജൂലൈ 15 മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന സമയമാണ്. പുതിയൊരു ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ വലിയൊരു പ്രമോഷൻ ലഭിക്കാനോ ജ്യോതിഷപരമായി അനുകൂല സൂചനകളുണ്ട്. എന്നാൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ചിലർക്ക് നിങ്ങളോട് വലിയ അസൂയ തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചെറിയൊരു തെറ്റുപോലും വലിയൊരു കുറ്റമാക്കി മാറ്റി മേലുദ്യോഗസ്ഥരുടെ മുന്നിലെത്തിക്കാൻ ഇവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജോലിസ്ഥലത്ത് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുകയും സ്വന്തം കടമകൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുക. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടാറില്ലേ? രാത്രികളിൽ ഉറക്കം വരാതെ വരുംവരായികകളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടാറില്ലേ? ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ മാനസിക സമാധാനത്തെ കെടുത്തുന്ന കാര്യങ്ങളാണ്. വിദേശയോഗത്തിനോ അല്ലെങ്കിൽ വലിയ യാത്രകൾക്കോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയാൻ സാധ്യതയുണ്ടെങ്കിലും വീട് വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ നിങ്ങളെ തളർത്തിയേക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വയറിനോ ഗ്യാസിനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാരെ അലട്ടാറുള്ളതായി കാണുന്നുണ്ട്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും വളരെ ആലോചിച്ചു മാത്രമായിരിക്കണം. കടം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ആയ കാര്യങ്ങളിൽ
ഈ ജൂലൈ മാസം പകുതിക്ക് ശേഷം വലിയ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ സമാധാനം കളയുന്ന വലിയൊരു ബാധ്യതയായി മാറിയേക്കാം. ഈ 3 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ വിഷമങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക തകർച്ച തന്നെയാണ്. കയ്യിൽ നല്ല രീതിയിൽ പണം വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അനാവശ്യമായ ചില ചെലവുകൾ വന്നു ചേരുക. വീട് പണി തുടങ്ങിയിട്ട് അത് പാതിവഴിയിൽ നിലച്ചുപോയ അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങി അതിന്റെ ലോൺ അടക്കാൻ കഴിയാതെ ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യം വരാം. കുടുംബത്തിൽ വലിയ വഴക്കുകൾക്കും ഈ സമയം സാധ്യത കാണുന്നുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ വലിയ വഴക്കുകളിലേക്ക് മാറുകയും അത് കുടുംബത്തിന്റെ സമാധാനം പാടെ തകർക്കുകയും ചെയ്തേക്കാം. മക്കളുടെ പഠനകാര്യത്തിൽ വിചാരിച്ചത്ര പുരോഗതി കാണാത്തതുകൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ മാനസിക വിഷമമുണ്ടായേക്കാം. ഇതെല്ലാം വരാൻ പോകുന്ന ഗ്രഹമാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. വിശ്വാസപ്രകാരം ഈ വിഷമങ്ങളെല്ലാം ഒരു പരിധിവരെ കുറക്കാൻ നമ്മുടെ നിത്യജീവിതത്തിൽ ചില നല്ല ആത്മീയ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുകയും നല്ല കാലത്ത് ഈശ്വരചിന്ത വിട്ടുകളയുകയും ചെയ്യും എന്നതാണ്. ഈ ഒരു രീതി മാറ്റിയെടുക്കണം. ദിവസവും രാവിലെ വീടും പരിസരവും വൃത്തിയാക്കി ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ വീട്ടിലെ മോശം ഊർജ്ജത്തെ മാറ്റി നല്ല ഊർജ്ജം കൊണ്ടുവരാൻ സഹായിക്കും. അസൂയക്കാരുടെയും ശത്രുക്കളുടെയും കണ്ണേറു മാറാൻ വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഗണപതി ഹോമമോ ഭഗവതി സേവയോ നടത്തുന്നത് വിശ്വാസപ്രകാരം നല്ലതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ടുമുതൽക്കേ ചെയ്തുവരുന്ന ഇത്തരം ആചാരങ്ങൾക്ക് വലിയൊരു ആത്മീയ ശക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു ഭാഗ്യയോഗമാണ് രാജയോഗം. എന്നാൽ ഈ യോഗം പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ മോശം ചിന്തകൾ നിങ്ങൾ തന്നെ മാറ്റിയെഴുതണം. മറ്റുള്ളവരോടുള്ള ദേഷ്യവും പകയും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ തന്നെയാണ് തടഞ്ഞു നിർത്തുക. രോഹിണി നക്ഷത്രക്കാർ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ബുധനാഴ്ചകളിലോ അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസങ്ങളിലോ കൃഷ്ണക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുന്നതും വെണ്ണ നിവേദ്യം നടത്തുന്നതും നിങ്ങളുടെ മനസ്സിന് വലിയൊരു ശാന്തി നൽകാൻ സഹായിച്ചേക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഭഗവാൻ ശിവന്റെ ഭജനം വളരെ നല്ലതാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ധാരയും കൂവളമാലയും സമർപ്പിക്കുന്നത് ജാതകത്തിലെ ദോഷക്കൂടുതൽ കുറക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവോണം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയാണ് പ്രധാനമായും ആരാധിക്കേണ്ടത്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും പാൽപായസം വഴിപാടായി നൽകുന്നതും നിങ്ങളുടെ തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ മാറാൻ അനുകൂല സൂചനകൾ നൽകിയേക്കാം. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നല്ല ഊർജ്ജം കൊണ്ടുവരാൻ ആത്മീയമായ ചില വഴികൾ വിശ്വാസപ്രകാരം നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായ ഭക്തിയോടെയും വിശ്വാസത്തോടെയും നമ്മൾ ഈശ്വരനെ ആശ്രയിച്ചാൽ വരാൻ പോകുന്ന വലിയ ദുരിതങ്ങളിൽ നിന്നു പോലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ചന്ദ്രന്റെ സ്വാധീനമുള്ള നക്ഷത്രക്കാരായതുകൊണ്ടുതന്നെ മനസ്സിന് ശാന്തി നൽകാൻ ഭഗവാൻ ശിവന്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ ഭജനം വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ദിവസേന രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു 5 മിനിറ്റ് നാമം ജപിക്കുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ മോശം ചിന്തകളെ മാറ്റി നല്ലൊരു ആത്മവിശ്വാസം തരാൻ സഹായിച്ചേക്കും. ആഴ്ചയിലൊരിക്കൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയോ പിൻവിളക്കോ ഒക്കെ വഴിപാടായി നൽകുന്നത് മനസ്സിന് വലിയൊരു ആശ്വാസം നൽകിയേക്കാം. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം വ്രതം നോൽക്കുന്നതും അന്നേ ദിവസം വിശക്കുന്ന ആർക്കെങ്കിലും ഒരു പൊതിച്ചോറ് നൽകുന്നതോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ദാനധർമ്മങ്ങൾ നടത്തുന്നതോ നിങ്ങളുടെ ജാതകത്തിലെ ദോഷക്കൂടുതൽ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് കരുതുക. കാരണം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരെ തിരിച്ചറിയുന്നത്. കയ്യിൽ പണമുള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരല്ല, പണമില്ലാത്തപ്പോൾ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ എന്ന് മനസ്സിലാക്കുക. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുമാറാൻ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നവരോ അല്ലെങ്കിൽ അനാവശ്യമായി ചീട്ടുകളിക്കുന്നവരോ ആയ കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായുള്ള ബന്ധം ജൂലൈ 15 മുൻപ് തന്നെ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിക്ക് നല്ലത്. ഇല്ലെങ്കിൽ വലിയൊരു പോലീസ് കേസിനോ അല്ലെങ്കിൽ നാണക്കേടിനോ ഇത് കാരണമായേക്കാം. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനവും കുടുംബത്തിന്റെ സന്തോഷവുമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് എപ്പോഴും ഓർക്കുക. മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ ഈ 3 നക്ഷത്രക്കാരും ഒട്ടും പിന്നിലല്ല. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാവൽ. എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയുടെയും അച്ഛന്റെയും വിശേഷങ്ങൾ അന്വേഷിക്കാനും
അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തുക. സഹോദരങ്ങളുമായി ഉണ്ടാകുന്ന ചെറിയ സാമ്പത്തിക തർക്കങ്ങൾ വലിയൊരു കോടതി കാര്യങ്ങളിലേക്ക് പോകാതെ ഒത്തുതീർപ്പാക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ചിരിച്ചു സംസാരിക്കുമെങ്കിലും പുറകിൽ നിന്ന് കുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം രഹസ്യങ്ങളോ സാമ്പത്തിക വിവരങ്ങളോ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അവസാനത്തോടെ അതിനുള്ള നല്ലൊരു സമയം തെളിയാൻ സാധ്യത കാണുന്നുണ്ടെങ്കിലും വലിയ തുകകൾ പലിശയ്ക്കെടുക്കാതെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളായവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തൈറോയിഡ് അല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ കൃത്യമായ ചികിത്സ തേടാൻ മടിക്കരുത്. പുരുഷന്മാർ അമിതമായ യാത്രകൾ ഒഴിവാക്കുകയും രാത്രികാലങ്ങളിലുള്ള വണ്ടി ഓടിക്കൽ പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഭക്ഷണകാര്യങ്ങളിൽ നല്ലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് വഴി വരാൻ പോകുന്ന പല ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും രക്ഷപ്പെടാം. മനസ്സിന്റെ സമാധാനത്തിനായി ദിവസവും വൈകുന്നേരങ്ങളിൽ അല്പസമയം പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഈശ്വരചിന്തയിലോ മുഴുകുന്നത് നിങ്ങളുടെ ഉള്ളിലെ പേടിയെ ഇല്ലാതാക്കാൻ സഹായിച്ചേക്കും. നിങ്ങളുടെ നാട്ടിൻപുറത്തെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാറുണ്ട്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കും എന്ന ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അയൽവാസികളുമായി ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ പോലും നിങ്ങളുടെ സമാധാനം കളയാൻ കാരണമാകാറുണ്ട്. ഈ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റിയെടുക്കണം. കാരണം ലോകത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കടമകൾ കൃത്യമായി ചെയ്യുക, ബാക്കിയെല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുക. അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ തലയിലേക്ക് കയറ്റിവിടുമ്പോൾ നിങ്ങളുടെ ജോലിയെയാണ് അത് ബാധിക്കുന്നത്. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വയ്ക്കാനും നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഈ സമയം ഉപയോഗിക്കുക. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ഭാഷ കൈകാര്യം ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇപ്പോൾ ഒത്തുവരുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പണമുണ്ടാക്കുന്നതിനേക്കാൾ അത് എങ്ങനെ സൂക്ഷിച്ചുവെക്കാം എന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും വലിയ തുകകൾ കയ്യിൽ വരുമ്പോൾ അത് എവിടെ ഇടണം എന്നറിയാതെ അനാവശ്യമായി ചെലവാക്കിക്കളയുന്ന ശീലം നിങ്ങൾക്കുണ്ട്. ജൂലൈ 15-ന് ശേഷം സ്വർണത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ പണം മുടക്കുന്നത് നിങ്ങൾക്ക് നീണ്ടകാലത്തേക്ക് ലാഭം തരാൻ സാധ്യതയുണ്ട്. എന്നാൽ പെട്ടെന്ന് പണം ഇരട്ടിയാക്കാം എന്നു പറഞ്ഞ് വരുന്ന പറ്റിക്കൽ പരിപാടികളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീട്ടുകളിയോ ഓൺലൈൻ ചൂതാട്ടങ്ങളോ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ നക്ഷത്രക്കാർ പൂർണ്ണമായും മാറി നിൽക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഒരു ദിവസം കൊണ്ടില്ലാതാകുന്ന കൊടും ദാരിദ്ര്യത്തിലേക്ക് നിങ്ങൾ വീണുപോയേക്കാം. കടം വാങ്ങുന്ന ശീലം പരമാവധി കുറയ്ക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ബാങ്ക് ലോണുകളെ ആശ്രയിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസമാണ് ഏറ്റവും വലിയ കരുത്ത്. നിങ്ങളുടെ പങ്കാളിയുടെ വാക്കുകൾക്കർഹിക്കുന്ന വില നൽകുക. പലപ്പോഴും പുറത്തുനിന്നുള്ളവരുടെ ഇടപെടലുകളാണ് കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് ഈ സമയം ചില പരീക്ഷണങ്ങൾ ഉണ്ടാകാം. പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയൊരു വേർപിരിയലിലേക്കിത് വഴിമാറിയേക്കാം. മക്കളുടെ പഠനകാര്യത്തിൽ അവരെ അമിതമായി നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കാതെ അവരുടെ താൽപ്പര്യങ്ങൾക്കു കൂടെ മുൻഗണന നൽകാൻ മാതാപിതാക്കൾ തയ്യാറാകണം. മാതാപിതാക്കളുടെ സന്തോഷമാണ് മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ വിജയങ്ങളിൽ എപ്പോഴും അസൂയപ്പെടുന്നവരാണ്. നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങിയാലോ അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയാലോ അവർക്കത് സഹിക്കില്ല. ഇത്തരം ആളുകളുടെ കണ്ണേറും നാവേറും നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാകാതിരിക്കാൻ ദിവസവും വൈകുന്നേരങ്ങളിൽ കർപ്പൂരം കത്തിച്ച് വീടിനു ചുറ്റും കാണിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ വീട്ടിലെ മോശം ഊർജ്ജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ പതിവായി ജപിക്കുന്നത് നിങ്ങളുടെ ചുറ്റും ഒരു വലിയ സംരക്ഷണ വലയം തീർക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പേടിയില്ലാതെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ടു പോവുക. വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കയറാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശയാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായ ചില സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിവരും. എന്നാൽ വിസ സംബന്ധമായ കാര്യങ്ങളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. യാത്രകളിൽ അനാവശ്യമായ റിസ്കുകൾ എടുക്കാതിരിക്കുക. ഭക്ഷണകാര്യങ്ങളിൽ നല്ലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് വഴി വരാൻ പോകുന്ന പല ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും രക്ഷപ്പെടാം. മനസ്സിന്റെ സമാധാനത്തിനായി ദിവസവും വൈകുന്നേരങ്ങളിൽ അല്പസമയം പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഈശ്വരചിന്തയിലോ മുഴുകുന്നത് നിങ്ങളുടെ ഉള്ളിലെ പേടിയെ ഇല്ലാതാക്കാൻ സഹായിച്ചേക്കും. ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല മാറ്റങ്ങളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുക.
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ജൂലൈ മാസം 15-ാം തീയതി മുതൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. മോശം ചിന്തകളെയും ചീത്ത കൂട്ടുകെട്ടുകളെയും പൂർണ്ണമായും ഒഴുക്കിക്കളഞ്ഞ് പുതിയൊരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുക. ഈശ്വരാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ഒരു ദിവസം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ആ ഒരു നല്ല പ്രതീക്ഷയോടെ വേണം നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ടു പോകാൻ. നിങ്ങളുടെ ജീവിതം എന്നു പറയുന്നത് വിഷമങ്ങളും സന്തോഷവും നിറഞ്ഞ ഒരു വലിയ യാത്രയാണ്. അതിൽ നമ്മൾ വീണുപോകുന്ന സമയങ്ങളല്ല, മറിച്ച് എങ്ങനെ തിരിച്ചുവരുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ മനസ്സിലെ നന്മയും കൃത്യമായ തീരുമാനങ്ങളും നല്ല കൂട്ടുകെട്ടുകളുമുണ്ടെങ്കിൽ ഏതു കൊടും ദാരിദ്ര്യത്തെയും നമുക്ക് പടിക്ക് പുറത്താക്കാൻ സാധിക്കും. വരാൻ പോകുന്ന ജൂലൈ 15 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാകട്ടെ. മോശം ചിന്തകളെ മുഴുവൻ ദൂരെ കളഞ്ഞ് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ പലർക്കും ഈ പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാകാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ പേരിൽ പ്രത്യേക പ്രാർത്ഥനകളും അർച്ചനകളും നടത്തുന്നതിനായി ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും ജനിച്ച നക്ഷത്രവും കമന്റായി രേഖപ്പെടുത്താൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി എത്താൻ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. സർവേശ്വരന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ.